നമസ്തേ. UGC NET Sanskrit Traditional Subjects Code 73 2022 ജൂലൈ ഫസ്റ്റ് ഷിഫ്റ്റിൽ ചോദിച്ച ചോദ്യങ്ങളെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞു. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് യൂണിറ്റ് 10 സിലബസിൽ സാൻസ്ക്രിറ്റ് ട്രഡീഷണൽ സബ്ജക്ട്സിൻ്റെ സിലബസിൽ യൂണിറ്റ് 10 സാഹിത്യം എന്ന വിഷയം. ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിച്ച ചോദ്യങ്ങൾ ഏതെല്ലാമാണ് എന്നൊരു അവലോകനമാണ് ഇവിടെ ചെയ്യുന്നത്. ഇത് 10ാമത്തെ യൂണിറ്റ് സാഹിത്യം. ഈ യൂണിറ്റിൽ തന്നെ ചെറിയ ചെറിയ യൂണിറ്റുകളുണ്ട്. സംസ്കൃത സാഹിത്യേതിഹാസ, കാവ്യലക്ഷണം, കാവ്യപ്രയോജനം, 4 വൃത്തിവിചാരः, 5 കാവ്യഭേദാः, 6 അലങ്കാരേഷു ഉപമ, രൂപകം, വ്യതിരേകः, ഉത്പ്രേക്ഷ, സമാസോക്തിः, കാവ്യലിംഗം, അർത്ഥാന്തരന്യാസः. ഛന്ദസ്സുകളിൽ മാലിനി, സ്രഗ്ധര, ശാർദൂലവിക്രീഡിതം, മന്ദാക്രാന്ത, വസന്തതിലകം, ശിഖരിണി, ഭുജംഗപ്രയാത്. ഇതാണ് സാഹിത്യമെന്ന 10ാം യൂണിറ്റ്. ഈ ഒരു യൂണിറ്റിൽ നിന്ന് 15 ചോദ്യങ്ങളാണ് 2022 ജൂലൈ ഫസ്റ്റ് ഷിഫ്റ്റിൽ ചോദിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തെ സംസ്കൃത സാഹിത്യേതിഹാസ എന്ന ഭാഗത്തു നിന്ന് ചോദിച്ച ചോദ്യം വക്രോക്തി, ഔചിത്യം, രീതി, അലങ്കാരം ഈ സിദ്ധാന്തങ്ങളും അവയുടെ പ്രവക്താക്കളും തമ്മിൽ ചേരുംപടി ചേർക്കാനായിട്ടാണ്. അപ്പോൾ സംസ്കൃത സാഹിത്യേതിഹാസം എന്ന ആ ഒരു ടോപ്പിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സംസ്കൃത സാഹിത്യത്തെപ്പറ്റി സാമാന്യമായിട്ടുള്ള ഒരു അറിവ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. സാഹിത്യശാസ്ത്രത്തിലെ പ്രധാന സിദ്ധാന്തങ്ങൾ രസം, അലങ്കാരം, ഔചിത്യം, രീതി, വക്രോക്തി തുടങ്ങിയ ധ്വനി തുടങ്ങിയ സിദ്ധാന്തങ്ങളെയും അവ പറഞ്ഞു വച്ച ആചാര്യന്മാരെയും പ്രധാന ആചാര്യന്മാരെയും അവരുടെ പ്രധാന ഗ്രന്ഥങ്ങളെയും എല്ലാം സാമാന്യമായിട്ട് അറിഞ്ഞിരുന്നാൽ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്തിൻ്റെ ഉദ്ദേശം. അതുപോലെ ഒരു ചോദ്യം കൂടി ചോദിച്ചിരുന്നു. ഭാമഹൻ, മഹിമഭട്ടൻ, വിശ്വനാഥൻ, ആനന്ദവർദ്ധനൻ ഇവരുടെ കാലക്രമമനുസരിച്ച് ഇവരെ എഴുതാനായിട്ടാണ്. അപ്പോൾ പ്രധാന ആചാര്യന്മാരും അവരുടെ കാലഘട്ടവും എല്ലാം അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. രണ്ടാമത്തെ യൂണിറ്റാണ് കാവ്യലക്ഷണം. കാവ്യലക്ഷണത്തിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത് പണ്ഡിതരാജ ജഗന്നാഥോക്തം കാവ്യലക്ഷണമസ്തി. പണ്ഡിതരാജ ജഗന്നാഥാചാര്യൻ പറഞ്ഞിരിക്കുന്ന കാവ്യലക്ഷണം ഏതാണ് എന്നുള്ളതാണ്. ഈ ഒരു ചോദ്യം കാണുമ്പോൾ തന്നെ നമ്മൾ പ്രധാനപ്പെട്ട നമ്മുടെ ആചാര്യൻ പറഞ്ഞ ലക്ഷണം എന്താണ് തുടങ്ങി പ്രധാന ആചാര്യന്മാർ പറഞ്ഞു വച്ചിരിക്കുന്ന ലക്ഷണങ്ങളെ ഓർത്തിരിക്കണം എന്നുള്ളത് മനസ്സിലാക്കാം. മൂന്നാമത്തത് കാവ്യപ്രയോജനമാണ്. കാവ്യപ്രയോജനത്തിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത് കാവ്യപ്രകാശത്തിൽ സമനന്തരമേവ രസാസ്വാദസമുദ്ഭൂതം ഇതി വിവൃതിഃ അസ്തി. കാവ്യപ്രകാശത്തിൽ കാവ്യപ്രയോജനം പറയുന്നുണ്ട്. അതിനെ വ്യാഖ്യാനിച്ചും കൊണ്ട് പറയുന്നൊരു വാക്യമാണ് സമനന്തരമേവ രസാസ്വാദസമുദ്ഭൂതം. ഇത് ഏത് കാവ്യപ്രയോജനത്തെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ കാവ്യപ്രകാശത്തിൽ കാവ്യം യശസയർത്ഥകൃതേ വ്യവഹാര വിദേശിവേതരക്ഷതയെ എന്നുള്ള ആ ഒരു ലക്ഷണവും അതിൻ്റെ ഓരോ വ്യാഖ്യാനവും നല്ലപോലെ മനസ്സിലാക്കിയാൽ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതാവുന്നതായിരുന്നു. അതുപോലെ 4ാമത്തെ യൂണിറ്റാണ് വൃത്തിവിചാരഃ. അതിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത് 3 ചോദ്യങ്ങളാണ്. 3 എന്ന് പറയാൻ പറ്റില്ല, 5 ചോദ്യങ്ങൾ 5ഉം 3ഉം 8 ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? ആരോപ്യമാണഃ ആരോപവിഷയശ്ച യത്ര അനപഹ്നുതഭേദൗ സമാനാധികരണ്യേന നിർദ്ദിശ്യത്തെ സാ ലക്ഷണ. സാരോപാലക്ഷണയെപ്പറ്റി ചോദിച്ചിരിക്കുന്നു. അതുപോലെ പ്രായ വ്യഞ്ജകത്വം സംഭവതി. വ്യഞ്ജകത്വം അഭിധ ലക്ഷണ വ്യഞ്ജന ഇതിലേതിനാണ് സംഭവിക്കുക എന്നുള്ള തരത്തിൽ. അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് 1 സ്റ്റേറ്റ്മെൻറ്റ് 2 തന്നിട്ട് വ്യഞ്ജനാവൃത്തി നൈയായികൈ അഭിമത. നൈയായികർ വ്യഞ്ജനാവൃത്തിയെ അംഗീകരിക്കുന്നു.
കാവ്യശാസ്ത്രേ വ്യഞ്ജനാവൃത്തി പ്രായഃ സർവൈഃ അഭിമത. കാവ്യശാസ്ത്രത്തിൽ പൊതുവെ വ്യഞ്ജനാവൃത്തിയെ എല്ലാവരും അംഗീകരിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ള ചോദ്യം. അപ്പം നമ്മൾ പറഞ്ഞു ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് അത് തെറ്റാണ്, നൈയായികർ വ്യഞ്ജനാവൃത്തിയെ അംഗീകരിക്കുന്നില്ല. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്നും പറഞ്ഞു. അങ്ങനെ 3 ചോദ്യങ്ങൾ വൃത്തിവിചാരത്തിൽ നിന്ന് വന്നു. പിന്നെ ഒരു 5 ചോദ്യങ്ങളും കൂടി വന്നിട്ടുണ്ട്. അത് സാഹിത്യ ദർപ്പണത്തിൽ നിന്ന് ലക്ഷണ വിചാരം, അതിലെ ലക്ഷണ വിചാര ഭാഗത്ത് നിന്ന് ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്ന് 5 ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അടുത്തത് 5ാമത്തെ യൂണിറ്റാണ് കാവ്യഭേദ. അതിൽ നിന്ന് ഒന്നും വന്നതായി കണ്ടില്ല. 6ാമത്തെ യൂണിറ്റാണ് അലങ്കാരങ്ങൾ. അതിൽ അലങ്കാരങ്ങളിൽ ഒരു ചോദ്യത്തിൽ തന്നെ 4 അലങ്കാരങ്ങളെ ഉൾപ്പെടുത്തിയിട്ട് ചോദിച്ചിട്ടുണ്ട്. സമുചിതം കഥനമസ്തി എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. അതായത് താഴെ 4 സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുക്കുന്നു, 4 വാക്യങ്ങൾ കൊടുക്കുന്നു, അതിലേതാണ് ശരി എന്നാണ് ചോദ്യമായിരുന്നത്. ആ ഒരു 4 വാക്യങ്ങളിൽ ഉപമയെയും വ്യതിരേകത്തെയും ഉത്പ്രേക്ഷയെയും അർത്ഥാന്തരന്യാസത്തെയും ഉൾപ്പെടുത്തിയിരുന്നു. അതായത് അർത്ഥാന്തരന്യാസത്തിൻ്റെ ലക്ഷണം ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ലക്ഷണം തന്നിരിക്കുന്നു. പക്ഷെ അത് ആ അർത്ഥാന്തരന്യാസത്തിൻ്റെ ലക്ഷണം അറിഞ്ഞിരുന്നാലാണ് അത് ശരിയോ തെറ്റോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുള്ളൂ. അതുപോലെ വ്യതിരേക അലങ്കാരത്തിൻ്റെ ലക്ഷണം പറഞ്ഞിട്ട് അവിടെ ഡാഷ് ഇട്ടിട്ട് അവിടെ വ്യതിരേക എന്നായിരുന്നു പൂരിപ്പിക്കേണ്ടത്. അപ്പോൾ ആ വ്യതിരേക അലങ്കാരത്തിൻ്റെ ലക്ഷണം അറിഞ്ഞാലേ നമുക്കത് പൂരിപ്പിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ഒറ്റ ചോദ്യത്തിൽ ഉപമ, വ്യതിരേകം, ഉത്പ്രേക്ഷ, അർത്ഥാന്തരന്യാസം 4 ഉൾപ്പെടുത്തിയിരുന്നു. പിന്നെ ഉപമാലങ്കാരത്തെ പറ്റിയിട്ട് കയോർലോപേ ലുപ്തോപമ ഭവതി എന്ന് ചോദിച്ചിരുന്നു. ലുപ്തോപമ എപ്പോഴാണ് ഉണ്ടാകുന്നത്, ഏതൊക്കെ ലോപിച്ചാലാണ് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചിരുന്നു. ഇത്രയുമാണ് അലങ്കാരത്തിൽ നിന്ന് ചോദിച്ചത്. പിന്നെ ഛന്ദസ്സുകളിൽ നിന്ന് ശാർദൂല വിക്രീഡിത ഛന്ദസ്സിനെ പറ്റിയാണ് ചോദിച്ചത്. ശാർദൂല വിക്രീഡിത ഛന്ദസി കുത്ര യതിർഭവതി. ശാർദൂല വിക്രീഡിത ഛന്ദസ്സിൽ എവിടെയാണ് യതി ഉള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ പ്രത്യേകം ഇന്ന വൃത്തങ്ങളാണ് പഠിക്കേണ്ടത് എന്നിവിടെ സിലബസിൽ കൃത്യമായി കൊടുത്തിരിക്കുന്നത് കൊണ്ട് ഓരോ വൃത്തങ്ങളുടെയും ലക്ഷണവും എവിടെയൊക്കെയാണ് യതി ഉണ്ടെങ്കിൽ യതി എന്നുള്ളതും അതിന് ഓരോ വൃത്തങ്ങൾക്കും ഉദാഹരണങ്ങളും പഠിച്ചിരുന്നാൽ വളരെ നല്ലതായിരിക്കും. ഇങ്ങനെ 15 ചോദ്യങ്ങളാണ് സാഹിത്യം എന്ന 10ാം യൂണിറ്റിൽ നിന്ന് 2022 ജൂലൈ 1 ഷിഫ്റ്റിൽ ചോദിച്ചിരിക്കുന്നത്. നമസ്കാരം.